ആരിഫ് ഹുസൈൻ എത്ര കൊണ്ടാലും പഠിക്കില്ല, പിന്നെയും സഹനത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും പാത സ്വീകരിക്കുന്നു. അത് ഭൂഷണമാണോ എന്ന വിമർശനങ്ങളും പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. ഒരു ചെറിയൊരു അപ്പോളജി ആദ്യം തന്നെ ഒന്ന് നടത്താമെന്ന് വിചാരിക്കുകയാണ്. കാരണം ഞാൻ ഇവിടെ ഏറെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സമാധാനപൂർവ്വം കാര്യങ്ങൾ പറഞ്ഞ്, പ്രത്യേകിച്ച് ഈ വിഷയത്തിന്റെ ഒരു ഗൗരവം ഒട്ടും തന്നെ ചോരാതെ ഒരു ചർച്ച നയിക്കണമെന്ന് വിചാരിച്ച് വരുമ്പോൾ അവിടെ നമ്മളെ കാണുമ്പോൾ തന്നെ അത്തരം വിഷയങ്ങളിൽ മതത്തെ വലിച്ചഴയ്ക്കാൻ പാകത്തിന് കാര്യങ്ങൾ പറഞ്ഞു വെച്ചുകൊണ്ട് അത് പറയിപ്പിക്കുന്ന ആളുകൾ, അതിൽ വ്യക്തിവിരോധം കൊണ്ടുവെക്കുന്ന ആളുകൾ, അത് നിരന്തരം നമ്മളിവിടെ കാണുകയാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇത് ജനം ടി വിക്ക് തന്നെ ഇത് പലപ്പോഴും അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. നമ്മളുടെ അബ്ദുള്ള ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്നത് എനിക്ക് തോന്നുന്നു 3-4 തവണയായി നമ്മൾ ഇരിക്കുമ്പോൾ ഞാൻ ഇരിക്കുന്നു എന്നതിന്റെ പേരിൽ, അല്ലെങ്കിൽ ഇതുപോലൊരു കാര്യം നമ്മൾ ഓപ്പോസിങ് ഒരു വ്യൂ പറയുന്നു എന്നതിന്റെ പേരിൽ ഇറങ്ങിപ്പോകുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ തൊട്ട് മുന്നേ സംസാരിച്ച നമ്മളുടെ ക്യാപ്റ്റനും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ ആലോചിച്ച് പോകുന്നത്, ഈ വിഷയം ഒരു പ്രധാനപ്പെട്ട ഇതിനകത്തൊരു വിഷയമുണ്ട്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ ഈ യുദ്ധ കാലഘട്ടത്തിനൊക്കെ ശേഷം ജനിച്ച ആളുകളാണ്. ഈ ഇന്നത്തെ ഒരു എന്താ പറയാ, ഒരു ലേറ്റസ്റ്റ് ജനറേഷൻ എന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. നമ്മൾ ഈ വിഷയങ്ങൾ പാഠപുസ്തകങ്ങളിലൂടെ, ചരിത്ര കിതാബുകൾ പരതി ഇന്നിപ്പോൾ മറ്റുള്ള സോഴ്സസിലൂടെയൊക്കെ നോക്കി പഠിച്ചും മനസ്സിലാക്കിയിട്ടാണ് ഇത് ഇവിടെ പറയുന്നത്. അതേസമയം നിങ്ങളെപ്പോലുള്ള പല ആളുകളും ഇവിടെ അതിൽ ജീവിച്ചിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഒരു മിനിമം സത്യസന്ധതയാണ്. ആ സത്യസന്ധത ഇല്ലാതെ ആ വിഷയത്തിന്റെ എവിഡൻസിനെ ബേസ് ചെയ്ത് കാര്യം പറയാനുള്ള ഒരു മിനിമം ബാധ്യത അത് നിറവേറ്റാതെ അവാസ്തവമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയും എന്നിട്ട് ആളുകളെ പറ്റിക്കുകയും ചെയ്യുന്നത് ഇവിടെ കാണുമ്പോൾ നമുക്ക് എങ്ങനെയും ഉണ്ടായിരിക്കാൻ കഴിയുക? അതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. അതിന്റെ ആളായിട്ടാണ് ഇവിടെ അബ്ദുള്ളയെ പോലുള്ള ആളുകൾ വരുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ആഗോള തലത്തിൽ തന്നെ നമ്മൾ ഒരു വലിയ പ്രശ്നമായിട്ട് കണക്കാക്കുന്ന ഈ ഇസ്ലാമിക ഭീകരവാദം എന്ന് പറയുന്ന വിഷയത്തെ എടുത്തു വെക്കുമ്പോൾ അതിന്റെ ആ ഭാഗം തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഈ ബംഗ്ലാദേശിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം, അതിൽ ഹിന്ദു കൂട്ടക്കൊല അടക്കമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അങ്ങനെ ഒന്നും നടന്നിട്ടില്ല. ഇപ്പൊ നടക്കുന്ന പ്രശ്നത്തിൽ പോലും അങ്ങനെ ഒരു വിഷയമേ ഇല്ല എന്നൊക്കെ പറയുന്നത് കാണുമ്പോൾ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല, അല്ലെങ്കിൽ അതിൽ ജീവിച്ചിട്ടില്ലെങ്കിൽ ഇത് വായിച്ചറിഞ്ഞിട്ടും ഇന്നിപ്പോ കാണാൻ ശ്രമിക്കുകയും അവിടെയുള്ള ആധുനിക സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, ഇന്റർനെറ്റിന്റെ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ബംഗ്ലാദേശികളായിട്ടുള്ള ആളുകളോട് നേരിട്ട് സംസാരിച്ച് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ അത് ഡിനൈ ചെയ്യുമ്പോൾ അത് നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ടാണ് പലപ്പോഴും പല കാര്യങ്ങൾ പറയേണ്ടതായിട്ട് വരുന്നത്. പ്രത്യേകിച്ച് നമ്മൾ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുമ്പോൾ തിരിച്ചും ഉണ്ടാവും, അതിലൊന്നും ഒരു മയം ഉണ്ടാവില്ല എന്നുള്ളത് കൂടി ഒന്ന് പറഞ്ഞു വെക്കുകയാണ്. പിന്നെ ഒരു കാര്യം ഞാൻ ഒന്ന് സൂചിപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസവും നമ്മൾ പറഞ്ഞിരുന്നു, എന്തുകൊണ്ടാണ് ബംഗ്ലാദേശിലെ വിഷയങ്ങൾ, ഹിന്ദു കൂട്ടക്കൊല അടക്കമുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരാത്തത്? കാരണം യൂനുസ് ഗവൺമെന്റ് ഇന്നിപ്പോ അവിടെ നടക്കുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഇന്ററിം ഗവൺമെന്റ് ആണെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും അവർ ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം പ്രസ് അതിനെ സപ്രസ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. 2, ഇതുപോലെ ഏതെങ്കിലും വിധേന വിഷയങ്ങൾ പുറത്തെത്തിക്കുന്ന ആളുകളെ അവര് ബംഗ്ലാദേശിലല്ല ജീവിക്കുന്നുണ്ടെങ്കിൽ പോലും അവരുടെ കുടുംബാംഗങ്ങളെ തെരഞ്ഞു പിടിച്ചിട്ട് അവർ ഇല്ലാതെയാക്കുന്നു. ഒന്നത് അവരെ പോലും ടാർഗറ്റ് ചെയ്യുന്നു. 2, ഇനി ഏതെങ്കിലും ഹിന്ദു വന്ന് ഏതെങ്കിലും ഒരു വിഷയം ഒന്ന് പറഞ്ഞാൽ ആ ഹിന്ദു അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഗ്രാമം അവിടെ ബാക്കിയാവണ്ടേ? അതുപോലും ഇല്ലാത്ത രീതിയിൽ ആ വ്യക്തിയെയോ കുടുംബത്തെയോ മാത്രമല്ല, അവർ ജീവിക്കുന്ന ആ ഒരു പഞ്ചായത്ത് അങ്ങനെ തീയിട്ട് നശിപ്പിക്കുന്ന അവസ്ഥ, ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഏതൊരു ഇത്തരം വിഷയം നടന്നു കഴിഞ്ഞാൽ നമ്മൾ സംഭവിക്കാറുള്ളത് എന്താണ്? പിന്നീട് ഒരു അന്വേഷണമൊക്കെ നടന്ന് അതിന്റെ കണക്കുകൾ പുറത്തു കൊണ്ടുവരുന്ന കാര്യമാണ് നമ്മൾ കാണുക. ശവക്കുഴി അടക്കം തോണ്ടിയെടുത്ത് തെളിവുകൾ ശേഖരിക്കുന്ന കാഴ്ച, കഥകൾ അല്ലെങ്കിൽ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. നാസി ജർമ്മനി എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇറാഖിൽ നടന്നതിനെ കുറിച്ച് കേട്ട്, കുർദുകളെ കൂട്ടക്കൊല നടത്തിയതിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണത്? കാലം കഴിയും ഇതിന്റെ യഥാർത്ഥ കണക്കുകൾ നമ്മുടെ അടുത്തേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ. ആ ഒരു പീരീഡിൽ ജീവിക്കുന്ന നിങ്ങളൊക്കെ പല ആളുകളും 71-ൽ ജീവിച്ച കഥ പറയുന്ന പോലെ നമ്മൾ ഇന്ന് ഇത് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനോട് ഏറ്റവും മിനിമം കാണേണ്ട കാര്യം എന്താണ്? ഒന്ന് കാത്തിരിക്കുക, അതിന്റെ വിവരങ്ങൾ വരുന്നവരെ വെയിറ്റ് ചെയ്യുക, ഡിനയൽ അവിടെ മാറ്റിവെക്കുക എന്നുള്ളതാണ്. അതേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ടൊന്ന് പറയണമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഈ ഒരു അപ്പോളജി സ്വീകരിക്കണം എന്ന് പറയണം. നമ്മളല്ലാതെ അബ്ദുള്ള എന്ന് പറയുന്ന വ്യക്തിയോട് നമുക്ക് വ്യക്തിപരമായിട്ട് ഒരു കാര്യമില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ തലയിലിരിക്കുന്ന സോഫ്റ്റ്വെയർ അത് വലിയ ദോഷമുണ്ടാക്കും. ഒരുപാട് ആളുകളെ തീവ്രവാദത്തിലേക്ക് കൊണ്ടുപോകാൻ പാകത്തിനുള്ള വാദങ്ങൾ, തീവ്രവാദികളെ തീവ്രവാദി എന്ന് വിളിക്കാതിരിക്കുന്ന തരത്തിലുള്ള ആ നിലപാടുകൾ, അത് വലിയ ദോഷമാണ് ഉണ്ടാക്കുക എന്നുള്ളതൊന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാനിത് ഇവിടെ അവസാനിപ്പിക്കുന്നു.